ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് പുതിയ സെറ്റപ്പുമായിട്ടോ വന്നിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ മഴക്കോട്ടൊക്കെ ഇട്ടു കേട്ടോ. സ്പ്രിങ്ക്ലർ അടിക്കുന്നുണ്ട്, വെള്ളം ഇപ്പോട്ടം വരെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വെള്ളം ഇപ്പോൾ അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വെള്ളം സ്പ്രിങ്ക്ലർ കാണുന്നില്ലേ, കറക്റ്റ് ആ വെള്ളം ഇവിടം വരെ എത്തും കേട്ടോ, ഇറങ്ങിയെത്തുന്നുണ്ട്. പിന്നെ ഏലക്കാടാണ്, വാഴക്കാട് മാറി ഇന്ന് ഏലക്കാട്ടിലേക്കാണ് കേട്ടോ പരിപാടികളൊക്കെ. പിന്നെ നൈറ്റ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെന്ന് പറയാനൊന്നുമില്ല. ഈ കേഴയാട്, കാട്ടുപന്നീനെ ഞാൻ ഒരു വട്ടം കണ്ടു. കേഴയാടിന് സ്ഥിരം കാണാം. പിന്നെ കൂരമാൻ, ഇവരൊക്കെയാണ് നമുക്ക് നൈറ്റിൽ കമ്പനി തരുന്നത്. അതൊരു ഫീലിംഗാണ് നൈറ്റ്. സ്പ്രിങ്ക്ലറിൻ്റെ വർക്ക് ഇന്നത്തെ പരിപാടി ലൈനൊക്കെ ചെക്ക് ചെയ്ത് തീർത്തു. എനിക്ക് ഫുൾ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പണി തീർത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻറ്റോ വെള്ളം കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്പ്രിങ്ക്ലറിൻ്റെ വർക്ക് ഇന്ന് 2 സ്പ്രിങ്ക്ലർ എക്സ്ട്രാ കൊടുക്കാനുണ്ടായിരുന്നു. ആ എക്സ്ട്രാ സ്പ്രിങ്ക്ലർ നമ്മൾ സെറ്റ് ചെയ്തു. ആ പൂവും പിന്നെ പൈപ്പ് കണക്ഷനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മണിക്കൂർ വെച്ചാണ് നമ്മൾ സ്പ്രിങ്ക്ലർ അടിക്കുന്നത്. ഇപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് കഴിഞ്ഞാൽ 10 മണിക്ക് ഒരു ലെയർ, 10 മണി ടു 1 മണി ഒരു ലെയർ, 5 മണി ഒരു ലെയർ, അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുപോലും അടിച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് വരണ്ടു പോകണം. അത്രയ്ക്കും വെയിലാണ് അട്ടപ്പാടിയിൽ. നമ്മൾ പാലക്കാട് താഴേക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ ഇതിലും ചൂടായിരിക്കുമെന്ന് അറിയാം. എന്നിരുന്നാലും അട്ടപ്പാടിയിൽ ഇത്രയും ചൂടാണെങ്കിൽ ഈ ചൂട് കാലത്തൊക്കെ നൈറ്റ് വർക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഒരു ചെറിയ എൻജോയ്മെൻറ്റാണ് നൈറ്റിൽ. പിന്നെ നൈറ്റിൽ നമുക്ക് കൂട്ടുള്ളത് പന്നിയൊക്കെ വരും കേട്ടോ. പന്നി, പിന്നെ അതുപോലെ കേഴയാട്, കൂരമാൻ, അങ്ങനെ 2-3 പേരൊക്കെ നൈറ്റ് ഇങ്ങനെ വന്നു പോകും. ഇങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കൃഷിപ്പണിയാണ്, ജോലിയൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ജോലിയൊക്കെ ഞാൻ റിസൈൻ ചെയ്തതാണ് കേട്ടോ. കൃഷിപ്പണിയോടുള്ളൊരു താല്പര്യം കാരണം. പിന്നെ നമുക്ക് സ്ഥലം എന്ന് പറയാൻ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ അപ്പനും അമ്മയും എല്ലാവരും കൃഷിപ്പണി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൃഷിപ്പണിയിൽ നമുക്ക് ഏണിങ്സായിട്ട് കിട്ടുന്നത് ഇയർലി ഉള്ള വരുമാനങ്ങൾ മാത്രമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതം എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ജോലിയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാലറി കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ കൃഷിപ്പണി അങ്ങനെയല്ല. നമുക്കൊരു 3 മാസം 4 മാസത്തെ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ടഫാണ് ജീവിതം. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള കാരണം എന്താ പറയുക, ഓരോ കൃഷിപ്പണിക്കാരൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ എത്തിക്കുന്നത്. എനിക്കെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഫാമിലി സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് ഇറുക്കി പിടിച്ചിരിക്കുന്ന സമയങ്ങളാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൃഷിപ്പണിക്കാരെന്ന് പറയുന്നത് അടിപൊളിയാണ്, ലൈഫ് അടിപൊളിയാണ് കേട്ടോ.